ദേ ഒരു കാര്യം പറഞ്ഞേക്കാം, തിരിച്ചടിക്കാൻ അങ്ങനെ കൈ പൊങ്ങിയ നിന്നെ നിന്റെ മാഡത്തിനെ കൂടെ ഇവിടെ ഇട്ട് ചവിട്ടി കൂട്ടും ഞങ്ങൾ. യോഗ്യതയുടെ കാര്യം നിങ്ങളോട് ചോദിക്കേണ്ടത് ഞാനാ. ഒരു നാണവും ഇല്ലാതെ ഞങ്ങൾ കഷ്ടപ്പെട്ടുണ്ടാക്കിയ പണം കൊണ്ട് വാങ്ങിയ ഈ വണ്ടിയിൽ സഞ്ചരിക്കാൻ നിനക്ക് എന്ത് യോഗ്യതയാ? ഈ കാറ് മാത്രമല്ല, നിങ്ങൾ ഉടുത്തിരിക്കുന്ന വസ്ത്രവും ആഭരണവും എന്തിന്? നിങ്ങൾ ഇവന് കഴിക്കുന്ന ആഹാരവും കിടന്നുറങ്ങുന്ന പട്ടുമത്തയും എല്ലാം ഞങ്ങളുടെ ദാനമാ. നാണോ മാനോ ഇല്ലാതെ ഞങ്ങളുടെ ചെലവിൽ ഉണ്ടു ഉറങ്ങി ജീവിക്കുന്ന നിങ്ങൾക്ക് എന്റെ മുമ്പിൽ ഇങ്ങനെ നിൽക്കാൻ പോലും യോഗ്യതയില്ല. എന്തു പറഞ്ഞടാ? എന്നെക്കൊണ്ട് അത് ചെയ്യിപ്പിക്കരുത്. എന്തു പറ്റി വേണം സർ? ഇയാൾ മാഡത്തിനെ വഴി തടഞ്ഞു നിർത്തി അപമാനിക്കാൻ ശ്രമിച്ചു. സാറേ, ഇയാൾ പറയുന്നത് പച്ചക്കള്ളമാണ്. റോങ് സൈഡ് കയറി ഞങ്ങളെ വണ്ടിയിലേക്ക് ഒന്ന് മുട്ടാൻ നോക്കിയത് ഇവരാ. ഇൻസ്പെക്ടർ പറയൂ മാഡം, ഞാൻ എന്താ ചെയ്യേണ്ടത്? കാറിൽ യാത്ര ചെയ്ത് എന്നെ പൊതുവഴിയിൽ അപമാനിക്കാൻ ശ്രമിച്ചവന്മാരെ അറസ്റ്റ് ചെയ്ത് കേസ് എടുക്കണം. സാറേ, ഞാനാരെ അപമാനിച്ചിട്ടില്ല. അപമാനങ്ങളൊക്കെ ഇവരിനി നേരിടാൻ പോകുന്നേ ഉള്ളൂ. നിന്നെ എന്ത് ചെയ്യണമെന്ന് ഞാൻ തീരുമാനിച്ചോളാം. ഇവന്മാരെ രണ്ടുപേരും പിടിച്ച് വണ്ടി കയറ്റി. തെറ്റ് ചെയ്യാത്ത ഞങ്ങൾ എന്തിനാ അറസ്റ്റ് ചെയ്യുന്നത്? ഇവരുടെ ഡ്രൈവറുടെ പേരിൽ കേസെടുക്കണം. ഇവിടെ എവിടെയെങ്കിലും CCTV ഉണ്ടെങ്കിൽ സാറിന് പരിശോധിക്കാം. അപ്പൊ സാറിന് മനസ്സിലാവും സത്യം എന്താണെന്ന്. നിനക്ക് CCTV മതിയോടാ? മതിയായി സാറേ, ധാരാളം മതിയായി. സാറേ, ആ ജീപ്പിന്റെ ഡോറൊന്ന് തുറക്കൂ, കണ്ണ് കാണാൻ വയ്യ, അതുകൊണ്ടാ. നീ എന്താണ് മാഡത്തെ നോക്കി പേടിപ്പിക്കുന്നോ? ജീപ്പില് പിടിച്ച് ജീപ്പ് വാടാ, നടക്കടാ. മാഡം പൊയ്ക്കോളൂ, ഇത് ഞാൻ നോക്കിക്കോളാം. ഞാൻ സാറിനെ പ്രത്യേകം ഒന്ന് കാണുന്നുണ്ട്. താങ്ക് യു. ശരി.